Watch India's largest kids library only on Jio Hotstar. Download the app now. ചേട്ടാ നിന്റെ സമൂസ ഈ കൊല്ലെങ്കിലും കഴിക്കാൻ കിട്ടുവോ? അതല്ല അടുത്ത കൊല്ലം വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുവോ? തരാമല്ലോ മോട്ടു, തരാമല്ലോ. ഒന്ന് ക്ഷമിക്ക് നീ. കാത്തിരിപ്പിന്റെ സുഖമൊന്ന് വേറെയാ. അതൊക്കെ സത്യമായിരിക്കാം, പക്ഷെ അതുവരെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റണ്ടേ ചായക്കട ചേട്ടാ? അല്ല, ഈ കല്ലുകൊണ്ട് പൊതിഞ്ഞ കടലാസ് കൊണ്ട് ആരാ എന്നെ എറിഞ്ഞത്? എന്റെ മോട്ടു കല്ലിനകത്ത് പേപ്പർ വെച്ച് എറിഞ്ഞതല്ല, പേപ്പറിനകത്ത് ഒരു കല്ല് വെച്ച് എറിഞ്ഞതാണ്. ദേ കണ്ടില്ലേ, ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. ഫുർഫുറി നഗരവാസികളെ, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പണവും ആഭരണവും രത്നവും പവിഴവും ഒക്കെ എടുത്തുകൊണ്ട് ഫുർഫുറി നഗരത്തിന് പുറത്തുള്ള ഗുഹയിൽ കൊണ്ടുവന്ന് വെക്കണം. മറക്കരുത്. മറന്നാൽ ഞാൻ ഈ ഫുർഫുറി നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെ അപകടകരമായ ബോംബുകൾ വയ്ക്കുന്നതായിരിക്കും. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും. ഇത് നല്ല തമാശയാണല്ലോ പത്ലു. മോട്ടു, ഇത് തമാശയല്ല, തമാശ. ഒരുപക്ഷെ ഇത് സത്യമാവാനും സാധ്യതയുണ്ട്. ഇതെങ്ങനെയാ പത്ലു സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എന്തിനെങ്കിലും പോയി തൊട്ടാൽ അതെങ്ങനെയാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക? ഇംപോസിബിൾ. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. മോട്ടു, നത്തിങ് ഈസ് ഇംപോസിബിൾ. ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം മോട്ടു, എന്ത് വേണമെങ്കിലും. എന്നാ പിന്നെ കണ്ടോ, ഞാൻ ഈ തന്തൂരി അടുപ്പ് തൊടാൻ പോവാ. നമുക്ക് കാണാലോ ഇതിൽ നിന്ന് എങ്ങനെയാ പൊട്ടിത്തെറി ഉണ്ടാവാൻ പോകുന്നതെന്ന്. ഇതെന്തൊരു പണ്ടാരവാ? ഇതെന്റെ പുറകിൽ തന്നെ വരുന്നുണ്ടല്ലോ. വലിയേട്ടാ, എനിക്ക് തന്നെ പൊട്ടിക്കാൻ വയ്യ. ദൂരെ പോയിക്കോ, ദൂരെ പോയിക്കോ. എന്റെ പുറകിൽ വരരുത്. നിനക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല. ദൂരെ പോ, ദൂരെ പോ. എന്റെ പത്ലു രക്ഷിക്കണേ. വലിയേട്ടാ, അതിനെ തൊടരുത്, അതിനെ തൊടരുത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നത് എന്തിനാടാ? രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുക, പട്ടത്തിനെ പോലെ. എന്നെയും ജോലി ചെയ്യാൻ അനുവദിക്കില്ല അല്ലേ? ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുക. ഇതെന്താ സാധനം? ഇതെങ്ങനെ വിടുന്നതിനുള്ളിൽ വന്നു? എന്റെ ബോക്സറേട്ടാ, ഓടിക്കോ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. വലിയേട്ടാ, ഞങ്ങൾ നിങ്ങളോട് ആദ്യം പറഞ്ഞതല്ലേ അതിനെ തുടരുതെന്ന്? അതിനെ തുടരുത്, അതിനെ തുടരുതെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. എന്താ കാര്യമൊന്നും തെളിച്ച് പറഞ്ഞില്ലല്ലോടാ. അത് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോടാ. എപ്പോഴും പകുതി കാര്യമേ പറയുള്ളൂ. ഇനി മുതൽ എല്ലാ കാര്യവും നേരത്തെ പറയണം കേട്ടോ. നിങ്ങൾ എപ്പോ നോക്കിയാലും കാറ്റത്ത് ഇങ്ങനെ പറന്നു വന്ന് വീഴുകയാണല്ലോ. ഇവിടുത്തെ സാധനങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇതിന് നിങ്ങൾക്ക് ഞാനൊരു ശിക്ഷ തന്നേ മതിയാവൂ. സർക്കാരിന്റെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച കുറ്റത്തിന് നിങ്ങൾ രണ്ടാളും ഞാൻ പിടിച്ച് അകത്താക്കാൻ പോവാണ്. ചിങ്ങം സാറേ, നഗരത്തിൽ മുഴുവനും നാനാഭാഗത്തും ബോംബുകളാണ്. പൊട്ടിക്കൂ പൊട്ടിക്കൂ എന്ന് പറഞ്ഞത് ബഹളം വയ്ക്കുന്നു, എന്നിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എന്റെ അമ്മോ, മോട്ടു, താൻ എന്തൊക്കെയായി പറയുന്നത്? ചിങ്കം സാറേ, കണ്ണിന്റെ മുമ്പിൽ തന്നെ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ള ഏതെങ്കിലും വസ്തുവിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഫയർ ക്രാക്കർ പുറത്തേക്ക് വരും. ഞങ്ങൾ ചായക്കടയിൽ ഇരിക്കുമ്പോൾ
ഇപ്പൊ മനസ്സിലായി നിങ്ങൾ രണ്ടാളും ഏതോ സ്വപ്നം കണ്ട് പേടിച്ചു പോയിരിക്കുകയാണ്. അതാണ് ഇതിന്റെയൊക്കെ കാരണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. കണ്ടോ, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഡസ്റ്റ്ബിൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, എന്നിട്ട് ഞാനിത് തൊടാൻ പോകുന്നു. ഇനി ഞാനൊന്ന് കാണട്ടെ ഈ ഡസ്റ്റ്ബിൻ എങ്ങനെ ഫയർ ക്രാക്കറായി മാറി പൊട്ടി തെറിക്കുമെന്ന്. സാറേ, അത് ദൂരെ എങ്ങും അല്ല, അടുത്ത് തന്നെ ഉണ്ട്. എന്റെ അമ്മോ, ഇത്രയും വലിയ ബീഡി പടക്കം ഇപ്പൊ എവിടുന്നാ വന്നത്? അവിടെ നിൽക്ക്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വലിയേട്ടാ, നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പൊളിക്കടുത്തല്ലോ മോട്ടുപത്തിലോ പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങളുടെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പഞ്ചാര ഭാഷ കുടിക്കുന്ന പോലെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് മാത്രം ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ലെന്നാണോ പറയുന്നേ? പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്താ, പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവിടെ ശാന്തമായിട്ട് ഇരിക്കൂ, എന്നിട്ട് തണുത്ത വെള്ളം കുടിക്കൂ, പിന്നെ ശ്വാസം വലിച്ചു വിടൂ. അങ്ങനെ തന്നെ പോട്ടെ, ഞാൻ നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ കൊണ്ടുവരാം. എന്നെ രക്ഷിക്കണേ. എന്റെ ഗസീറ്റാറാമേ, സമാധാനമായി ഇരുന്നിട്ട് ശ്വാസം നന്നായി വലിച്ചു വിട്ടേക്ക്, എന്നിട്ട് തണുത്ത വെള്ളം കുടിക്ക്. അതേ പത്തിലു, ഓടി ഓടി എനിക്ക് ശ്വാസപ്പെടാൻ പറ്റുന്നില്ല. എന്റെ മൂക്കാകെ അടഞ്ഞിരിക്കാണ്. അല്ല ചായക്കട ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അല്ലാതെ പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാനാ? ഏതെങ്കിലും ഒന്ന് തൊട്ടാലുണ്ടല്ലോ എന്റെ ഷേപ്പ് ആകെ മാറും. അത് വേണോ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. പക്ഷെ ഇത് സീരിയസ് ആയ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ജഡ്കാടി അടുത്തുണ്ടല്ലോ. പക്ഷെ എങ്ങനെ 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 ഇതിനൊരു പരിഹാരം എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ചങ്കം സാറേ, എന്റെ ചങ്ക, ഈ ചതിയൊക്കെ ചെയ്തതേ ആ ജോണാ. അവൻ നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തും ആ ഫയർ ക്രാക്കറെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് റിമോട്ട് വെച്ചാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ അതെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് പോവാ. ലാബിലുള്ള ഓരോ സാധനങ്ങൾക്കും അതിന്റെ എഫക്ട് ഉണ്ടാവും. അത് എന്റെ പുറകെ ഓടി വരും. അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോട്ടു, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ടോ? ഈ ഡോക്ടർ ജഡ്കിയോട് കളിച്ച് ജയിച്ചവരാരും തന്നെ ഇല്ല. ഇത് കണ്ട വണ്ടിയുടെ താക്കോലാണെന്നേ തോന്നൂ. മോട്ടു പത്തിലു, എന്റെ ചങ്കുകളെ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ താക്കോലൊന്നും അല്ല. ഇതൊരു വ്യത്യസ്തമായ റിമോട്ടാണ്. ഞാൻ ഈ റിമോട്ട് കൊണ്ട് ഉടൻ തന്നെ എല്ലാ ഫയർ ക്രാക്കേഴ്സിന്റെയും സെറ്റിംഗ്സ് എല്ലാം മാറ്റുന്നതായിരിക്കും. ഇതൊക്കെ ഒരു പ്രത്യേക കലയാ. ഇതിനൊക്കെ എനിക്ക് വെറും 2 മിനിറ്റ് മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറയാതിരുന്നത്? വേണ്ട വേണ്ട വേണ്ട, എന്നെ നിങ്ങളിങ്ങനെ ധൃതി കാണിച്ച് അടിക്കുകയൊന്നും ചെയ്യല്ലേ. എന്റെ ബുദ്ധിയിൽ ഈ ഐഡിയ തോന്നിയിട്ട് കുറച്ചു നേരം ഡോക്ടർ ജഡ്ക, എന്തായാലും നിങ്ങളിപ്പോ സെറ്റിംഗ് മാറ്റാൻ പോവല്ലേ. എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആരുടെ കയ്യിലാണോ ഇതിന്റെ ഒറിജിനൽ റിമോട്ട് ഉള്ളത് അവരുടെ അടുത്തേക്ക് ഈ ഫയർ ക്രാക്കർ പോകുന്നത് പോലെ എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യ്. അങ്ങനെ തന്നെയാ ചെയ്യാൻ പോകുന്നത് പത്രു. നിങ്ങൾ എല്ലാവരും ഇത് കാണാൻ തയ്യാറായിക്കൊള്ളൂ. നമ്പർ 1 നമ്പർ 2 നിങ്ങൾ കണ്ടില്ലേ, ഫുർഫുറി നഗരം മൊത്തം വിറച്ചിരിക്കുക. ഇപ്പൊ ഞാൻ വിചാരിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. ഇനി ജോൺ ആയിരിക്കും. തടിയന്മാരെ, ഒരു സാധനങ്ങളിലും തൊടല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ എടുക്കാൻ പറ്റുക? എങ്ങനെ ഞാൻ നിങ്ങളെ എടുക്കും? നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളാ? ബോസ്, ഇത് ഞങ്ങളല്ല. ഈ ശബ്ദം നമ്മുടെ പുറകെ നിന്ന് ആരാണ്ട് പറയുന്നതാ. ആരാണ് നമ്മുടെ പുറകിലുള്ളത്? ആരാടാ എടുക്കാൻ പറഞ്ഞ് ബഹളുണ്ടാക്കുന്നേ? ഇത് നിങ്ങളുടെ പ്ലാൻ അല്ല, മറ്റേ ക്രാക്കറിന്റെ ശബ്ദമാ.
എന്തോന്നാണ് ഇതല്ല എന്തിനാ എന്റെ പുറകെ വരുന്നത്? നമുക്കുള്ള പണിയൊക്കെ പാലും വെള്ളത്തിലുള്ള കിട്ടുന്നത്. ഇതൊക്കെ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഈ സെറ്റിംഗ്സ് ഒക്കെ ആരാ മാറ്റിയത്? ഓ, ഇതിനെയല്ല ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കാനാ? എങ്ങനെ വെക്കാനാ? ആരും ഇതിന്റെ സെറ്റിംഗ്സ് മാറ്റിയിട്ടുണ്ടേ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. ഓടിക്കോ. ഇനി ഞാൻ എങ്ങോട്ടാണോ പോകേണ്ടത്? ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഇനി ഒന്നും കൂടി താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊരു പാവാണ്. എന്നെ വിട്ടേക്ക്. എന്താ ചെയ്യാൻ പോകുന്ന ജോണ്? എല്ലാത്തിനെയും അങ്ങ് പൊട്ടിക്ക്. കണ്ടില്ലേ അവന്മാരുടെയൊക്കെ ഒരു വിഷമം. Watch India's largest kids library only on Geo Hotstar. Download the app now.